കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം. മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, ഏതെങ്കിലും ഒരു ഉത്സവം കാണണമെന്ന് മനസ്സിൽ ഒരുപാട് നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. ഇന്നലെ ആ ആഗ്രഹം സഫലമായി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ മനോഹരം തന്നെ. എന്തു മനോഹരമായ കാഴ്ചകളാണ്! ക്ഷേത്രം മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കാണാൻ എന്ത് ഭംഗിയുണ്ട്! ആദ്യമായി ഉത്സവം കാണാൻ പോയപ്പോൾ മനസ്സ് നിറഞ്ഞു. എന്തു നല്ല കാഴ്ചകൾ! അങ്ങനെ അമ്പലത്തിൻ്റെ നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നു. ചുറ്റിക്കാണുകയാണ് ഈ മനോഹരമായ കാഴ്ചകൾ. കണ്ടില്ലേ? ഇത് നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി വർക്കിന് പോയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തായിരുന്നു വർക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു, നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം, ഇന്ന് കുറേ നാളത്തെ ആഗ്രഹമല്ലേ, ഇന്ന് നമുക്ക് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും എത്ര നാളുകൊണ്ട് കൊതിച്ചിരിക്കുന്ന കാര്യമാണെന്ന്. പക്ഷേ ഇതുവരെയും നടന്നില്ല ഉത്സവത്തിന് അമ്പലത്തിൽ പോകണമെന്ന്. അങ്ങനെ ഇന്നു ആ ആഗ്രഹം നടന്നു. അങ്ങനെ ക്ഷേത്രത്തിലൂടെ നടന്നു വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ ആ കാഴ്ചകളെല്ലാം കണ്ടു മനസ്സ് നിറഞ്ഞു. പിന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചു ഞങ്ങൾ. ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ കൃഷ്ണനും രാധയും നിന്നു കറങ്ങുന്നു ഇവിടെ. അത് ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. നോക്കിയേ, എന്ത് രസമുള്ള കാഴ്ചയല്ലേ! അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കയറി അർച്ചനയൊക്കെ കഴിപ്പിച്ച് അമ്പലത്തിലെ മുന്നിൽ നിന്നു. അവൾ പറഞ്ഞു എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. അവൾ വിചാരിച്ചില്ല ഞാൻ വീഡിയോ ആണ് എടുക്കണമെന്ന്. ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ കൊമ്പൻ വന്നു. അവൻ ഒരു കല തന്നെ. കാണാൻ എന്ത് നല്ല കാഴ്ചയായിരുന്നു. കണ്ടില്ലേ? വലിയൊരു കൊമ്പനാന് തന്നെ. അവനെ നെറ്റിപ്പട്ടം ചാർത്താൻ കൊണ്ട് നിർത്തിയതാണ്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവനെ നോക്കി അവിടെ തന്നെ നിന്നു. അപ്പോൾ ആനപ്പാപ്പൻ ആനയുടെ പുറത്തോട്ട് കയറുന്നു. നെറ്റിപ്പട്ടം കെട്ടാൻ കയറി. അതിൻ്റെ ആനയ്ക്ക് നെറ്റിപ്പട്ടം ചാർത്താൻ കയറിയതാണ് ആൾ. നെറ്റിപ്പട്ടം ചാർത്തിയപ്പോൾ അവനെ കാണാൻ എന്ത് ഭംഗിയായി! ഇനി